ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാറിലെ 0 ഡിഗ്രി എന്ന് പറഞ്ഞ റിസോർട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇതുപോലെ ഓരോ റിസോർട്ടിലോട്ടും ഞാൻ ഗസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞ റിസോർട്ടിൽ മാങ്കുളത്തുള്ള നമ്മളാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചയൊക്കെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നരുത്. കഴിഞ്ഞ ദിവസം ഒരു കുരുണ്ടായത്, അത് പൊട്ടിച്ചിങ്ങനെയായി സോക്കിയിടണ്ടാന്ന് നോക്കി. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. കുമരകത്താണുള്ളത്. കുമരത്ത് നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്തു. പക്ഷേ എൻ്റെ കൊച്ചിന് ചെറിയൊരു വയറിന് പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടുന്ന് 4.5 മണിക്കൂർ യാത്രയുണ്ട് 0 ഡിഗ്രി റിസോർട്ടിൽ മാങ്കുളത്തുള്ളത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. എന്തെങ്കിലും വന്നാൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ആ റിസോർട്ടിൻ്റെ കുറച്ച് അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിംഗാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത് ഹോസ്പിറ്റലാട്ടോ. ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. ഡോക്ടറെ കണ്ടു. ഇവിടെ നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ മൂന്നേലുള്ള റാസ ഹോട്ടലിലെത്തി. പ്യുവർ വെജിറ്റേറിയൻ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ സ്ഥിരം പോകുമ്പോൾ ഇവിടെ കയറ്റാറുണ്ട്. എൻ്റെ വീഡിയോസ് ചെയ്തേക്കുന്നതാണ്. വീണ്ടും റാസ നല്ല തിരക്കുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ. അങ്ങനെ പോകുന്നു. മൂന്നാർ വഴിയൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ മാങ്കുളത്തുള്ള 0 ഡിഗ്രി എന്ന ഫോറസ്റ്റ് റിസോർട്ട്. അപ്പിയാണ് തണുപ്പെന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് തണുപ്പാണ്. ജാക്കറ്റൊന്നും ഞാനിപ്പോൾ ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഇത് പുതിയൊരു പ്രോപ്പർട്ടിയാണ് ഗൈസ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ കണ്ടോ, 0 ഡിഗ്രി നൈസ്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇങ്ങനെ റൂംസ്, അടിയും താഴെ റൂംസ് ഉണ്ട്. ഇങ്ങനെ ഒരു 3-4 കോട്ടേജസ്. പിന്നെ അവിടെ റിസപ്ഷൻ. ഇവിടെ വില്ല പോലത്തെ സംഭവം. 1 2 3 4 5 6. ഒരു വില്ലയിലും അടിയിലും താഴെയായിട്ട് 2 റൂം വീതം. ഏകദേശം 10-20 റൂംസോളം ഇവിടെ ഉണ്ട്. പക്ഷേ ഭയങ്കര നല്ല പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. അതുപോലെ തന്നെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ നോക്കൂ, ഭയങ്കര വ്യൂ ആണ്. വ്യൂ ആണ്. നിങ്ങൾ ബാക്കിലോട്ട് നോക്കി, തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇവിടെ വന്ന് ചേർന്നു, ഗസ്റ്റിനെ ചെക്ക് ഇൻ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ ദിവസമുള്ളൂ, പക്ഷേ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് സംഭവം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാനിവിടെ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. പുതിയ റിസോർട്ടാണല്ലോ. അപ്പോൾ വരുന്ന വഴിയൊക്കെ ഞാൻ ആനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പേടിച്ചാൽ വന്നത്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നോർമലി നാട്ടുമ്പുറത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. ഇന്നിപ്പോൾ ഇനി ഒരു പുറത്തോട്ട് ഇറങ്ങുന്ന സമയം ഏകദേശം 6:30. കണ്ടോ, ഫുൾ ഫോറസ്റ്റ്. ചുറ്റും കാട്ടാനയൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് കാട്ടാനയൊക്കെ വരും. പിന്നെ കടുവൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടു. കടുവ അങ്ങനെ എപ്പോഴും വരില്ല, വന്നാൽ തീർന്നു. അപ്പോഴേക്കാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഗസ്റ്റ് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നൊരു കോട്ടേജ് ആട്ടോ. പിന്നെ അതാണ് റിസപ്ഷൻ. അവിടെ കാണുന്നതാണ് റിസപ്ഷൻ. അവിടെ നമ്മൾ ഗസ്റ്റ് ഇരിക്കുന്നുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ഇത് സ്വിമ്മിംഗ് പൂൾ പണിയാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവരുടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കേസ്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എനിക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് എൻ്റെ മനസ്സിൽ ഡ്രീം ട്രിപ്പാണ്. അത് ഞാൻ എന്ത് വില കൊടുത്തും പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, അല്ല എനിക്ക് പോകണം. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ ഇരുന്ന് മറ്റേ ക്യാമ്പ് ഫയറൊക്കെ എടുത്താൽ അടിപൊളി മൈതാനം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഇവിടെ നമ്മുടെ ഗസ്റ്റ് കൊച്ച് കളിക്കുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ റിസപ്ഷൻ, അവിടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ മരങ്ങളുടെ ഇവിടെ ഗാർഡൻ, അവിടെ ഇരുന്ന് ചായ കുടിക്കാനുള്ള വളരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ഇനി, ഇപ്പോൾ ഡ്രൈവർമാർ അവർ സപ്പോർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പക്ഷേ അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് റിസോർട്ട്. ഈ കാണുന്ന റിസപ്ഷൻ. ആ കാണുന്ന കോട്ടേജിലാണ് എൻ്റെ ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നത്. റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റൂട്ടെ ഈ പ്രോപ്പർട്ടി, അതാണ്. പക്ഷേ ഉള്ളിലോട്ട് കയറി വരണം. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ.
സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്.